ജൂലൈ മാസം ഇറങ്ങിയ ഒരു ഹിന്ദി ചലച്ചിത്രമാണ് ലൂത്തേര. യഥാർത്ഥത്തിൽ ഈ ചലച്ചിത്രത്തിൻ്റെ കഥ പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരനായ ചെറുകഥാകർത്താവായ ഒ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ്, അവസാനത്തെ ഇല എന്ന ഒരു കഥ പുരസ്കരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ചിത്രമാണ്. 1909 ഒ ഹെൻറി ഈ ലാസ്റ്റ് ലീഫ്, അവസാനത്തെ ദളം എന്ന ഈ കഥ എഴുതിയത്. കഥയുടെ ഇതിവൃത്തം ഇപ്രകാരമാണ്. ജോംസി എന്ന് പറയുന്ന ഒരു സ്ത്രീ കടുത്ത ന്യൂമോണിയ ബാധിച്ച് കിടപ്പിലാണ്. ആ രോഗം മൂർച്ഛിച്ച് ആകെ അവശയായിരിക്കുന്നു ജോംസി. ജോംസി കിടക്കുന്ന കട്ടിലിൻ്റെ തൊട്ടരികിൽ ഒരു ജനാലയുണ്ട്. ഈ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് കാണുക ഒരു മുന്തിരി ചെടിയുടെ ശാഖയും അതിലെ ഇലകളുമാണ്. അവ കാറ്റിൽ മെല്ലെ ആടുമ്പോൾ അവൾ കൗതുകത്തോടെ ആ ചില്ലയിൽ നോക്കിയിരിക്കും. അവൾ ഓരോ ദിവസവും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഓരോ ദിവസവും വാടി പഴുത്ത് ഓരോ ഇലയും ഈ മുന്തിരിവള്ളിയിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്നു. അങ്ങനെ ഓരോ ദിവസം പിന്നിടുമ്പോഴും അവൾ ചിന്തിച്ചു, ഒരുപക്ഷേ ഇതിലെ അവസാനത്തെ ഇല പഴുത്ത് വാടി കൊഴിഞ്ഞ് വീഴുമ്പോൾ ഞാനും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകും, എൻ്റെയും ജീവിതം അവസാനിക്കുമെന്ന്. അവളുടെ ഈ വിധത്തിലുള്ള ചിന്താഗതി, ഈ ഒരു പെസിമിസ്റ്റിക് തിങ്കിങ് അവളുടെ റൂംമേറ്റായ സ്യൂ എന്ന മറ്റൊരു സ്ത്രീ പലപ്പോഴും അത് തിരുത്താൻ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവൾ എന്തോ വിധത്തിൽ അങ്ങനെ ധരിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്, ഈ മുന്തിരി വള്ളിയിലെ അവസാനത്തെ ഇല വാടി പഴുത്ത് കൊഴിയുമ്പോൾ തൻ്റെയും ജീവിതം തീരുമെന്ന്. സ്യൂ പല പ്രാവശ്യവും ഉപദേശിച്ചിട്ടുണ്ടെങ്കിലും അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. സ്യൂ ഒരിക്കൽ ഇവർ താമസിക്കുന്ന ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ബെർഹൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ചിത്രകാരനോട് ഈ ജോംസിയുടെ അവസ്ഥയെപ്പറ്റി പറഞ്ഞു. ഓരോ ദിവസം ചെല്ലും തോറും ഈ രോഗം കൊണ്ട് അവൾ ക്ഷീണിതയായി വരികയാണ്. അവൾ പറയുക മരണം അടുത്തു വന്നിരിക്കുകയാണ് എന്നെല്ലാം. ഒരു ദിവസം ഈ ആർട്ടിസ്റ്റ് ജോംസിയെ കാണുവാൻ വന്നു. അങ്ങനെ ജോംസി കിടക്കുന്ന ആ കട്ടിലും അവൾ എപ്പോഴും നോക്കിയിരിക്കുന്ന ആ ജനാലയുടെ അപ്പുറത്തുള്ള മുന്തിരിച്ചെടിയുമൊക്കെ ശ്രദ്ധിച്ചു. അതിലെ അവസാനത്തെ ഇല വാടി വീഴുമ്പോൾ അവളുടെയും ജീവിതം അവസാനിക്കുമെന്നുള്ള കാര്യം ജോംസി ഈ ആർട്ടിസ്റ്റുമായും കൂടെ പങ്കുവച്ചു. അടുത്ത ദിവസം വളരെ ശക്തമായ മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്ന ആ സായാഹ്നത്തിൽ ജോംസിയുടെ അടുത്തുള്ള ആ ജനലുകൾ ശരിയായി അടച്ച് കേർട്ടനിട്ടു സ്യൂ. അടുത്ത പ്രഭാതമായപ്പോൾ ജോംസി വിചാരിച്ചു, മിക്കവാറും ആ മുന്തിരി ചെടിയുടെ അവസാനത്തെ ഇലയും കൊഴിഞ്ഞു വീണിട്ടുണ്ടാകും. ഇതോടെ തൻ്റെയും ജീവിതത്തിൻ്റെ അവസാന ദിവസമാകും അന്ന് എന്ന് ചിന്തിച്ചു. അങ്ങനെ നിർബന്ധിച്ച് ആ കേർട്ടൻ സ്യൂവിനെ കൊണ്ട് ജോംസി മാറ്റുന്നു. അപ്പോൾ ജനലിലൂടെ ശ്രദ്ധിക്കുമ്പോൾ അവസാനത്തെ ഒരു ഇല അവിടെയുണ്ട്. അവൾക്ക് സമാധാനമായി. തുടർന്നുള്ള ദിനങ്ങളിലും അവൾ ഓരോ പ്രഭാതത്തിലും ഇങ്ങനെ ശ്രദ്ധയോടുകൂടെ ആ മുന്തിരിച്ചെടിയിലുള്ള ഇല അവൾ ശ്രദ്ധിക്കും. അത് കൊഴിയാതെ നിൽക്കുന്നു.
അങ്ങനെ കൊഴിയാതെ നിൽക്കുന്ന ആ ഇല കാണുമ്പോൾ അവൾക്ക് പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഒരു ആശ്വാസം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പോലെ തോന്നി. സാവധാനം ജോംസിയുടെ രോഗത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു, നില മെച്ചപ്പെട്ടു വരുവാൻ തുടങ്ങി. ദിവസങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ അവൾക്ക് കുറെ കൂടെ ആരോഗ്യം മെച്ചമായി. അപ്പോഴാണ് സ്യൂ ജോംസിയോട് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പറയുന്നത്. അന്ന് ആ പേമാരിയും ശക്തമായ കാറ്റുമൊക്കെ ഉണ്ടായിരുന്ന സായാഹ്നത്തിൽ തൊട്ടടുത്ത അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിരുന്ന ഈ ആർട്ടിസ്റ്റ് ചെന്നിട്ട് ഒരു ഇല ആർട്ടിഫിഷ്യലായി വരച്ച് ഈ മുന്തിരിവള്ളിയിൽ കുത്തിവയ്ക്കുന്നു. അങ്ങനെ ഈ പേമാരിയും മഴയുമൊക്കെ കിട്ടിയതുകൊണ്ട് ഈ മനുഷ്യനും ന്യൂമോണിയ ബാധിച്ച് കിടപ്പിലായി. 2-3 നാളുകൾക്ക് ശേഷം കലശലായി. അങ്ങനെ അയാൾ മരണപ്പെടുന്നു. അങ്ങനെ ഈ ആർട്ടിസ്റ്റിൻ്റെ വിയോഗത്തെ പറ്റിയുള്ള കാര്യം ജോംസിയുമായി പങ്കുവയ്ക്കുന്നു. ഇവൾക്ക് ജീവൻ കൊടുക്കുവാൻ, ഇവളുടെ സൗഖ്യത്തിനായി, ഇവളുടെ ജീവിതം നീട്ടിക്കിട്ടുവാൻ വേണ്ടി ഈ ആർട്ടിസ്റ്റ് ത്യാഗമെടുക്കുകയും അങ്ങനെ ന്യൂമോണിയ ബാധിച്ച് കലശലായി തൻ്റെ ജീവൻ നഷ്ടമാകുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ പീഡാനുഭവങ്ങളെപ്പറ്റി, കുരിശിനെപ്പറ്റി നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു മഹാത്യാഗത്തിൻ്റെ അനുസ്മരണമാണ് നമ്മുടെ മനസ്സുകളിൽ കൊണ്ടുവരുന്നത്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. തുടർന്നും വിശുദ്ധ അപ്പോസ്തലൻ എഴുതുന്നു: പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിൻ്റെ മേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 27-ാം വാക്യം: അവൻ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. യേശു തന്നെ തന്നെ കാൽവരി മലമുകളിൽ കുരിശിൽ ഒരു യാഗമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവൻ തരുവാൻ, അത് സമൃദ്ധമായി നൽകുവാൻ ബലിയർപ്പിച്ചിരിക്കുന്നു. സങ്കീർത്തനം 62-ന്റെ 1-ാം വാക്യം: ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. എൻ്റെ രക്ഷ എനിക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിച്ച ക്രിസ്തുവിലാണ്. ആ ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ അഭയശിലയും കോട്ടയും. ഇസ്യാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 53-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് വായിച്ചെടുക്കാനാകും: നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. അങ്ങനെ നമുക്ക് വേണ്ടി പീഡകൾ അനുഭവിക്കുകയും നമ്മുടെ ദുഃഖങ്ങളും കഥനങ്ങളും പാപങ്ങളും യേശു ഏറ്റെടുത്ത് സ്വയം ഒരു ബലിവസ്തുവായി സമർപ്പിച്ച് നമുക്ക് പുതിയ ഒരു ജീവൻ തരുന്നു. ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രത്യേകമായി നമ്മുടെ ചിന്തകളിൽ വരേണ്ടത് ഈ നമുക്ക് വേണ്ടി ഒരു മോചനദ്രവ്യമായി സ്വയം സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ ത്യാഗവും ആ ത്യാഗം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരുവാനുമുള്ള ചിന്തയാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ, അങ്ങനെ നാമും സ്വയം സമർപ്പിക്കപ്പെടുവാൻ ക്രിസ്തു ഒരു ബലിവസ്തുവായി സ്വയം സമർപ്പിച്ചു. പ്രസിദ്ധ അസ്തിത്വചിന്തകനായ സൊറേൻ കിർക്കെഗാർഡിൻ്റെ
കാട്ടുപ്രാവിൻ്റെ കഥ എന്ന ഒരു ശ്രദ്ധേയമായ വിചിന്തനമുണ്ട്. ഒരു കൃഷിക്കാരൻ അയാളുടെ പുരയിടത്തിൽ വലിയ ഒരു കമ്പിവല വെച്ച് കെട്ടിയിരിക്കുന്ന കൂടിൽ ധാരാളം പ്രാവുകളെ വളർത്തിയിരുന്നു. എന്നും സ്വതന്ത്രമായി അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന ഒരു കാട്ടുപ്രാവ് ഒരിക്കൽ ഈ കൃഷിക്കാരൻ്റെ പുരയിടത്തിലെ ഈ പ്രാവുകളെ ശ്രദ്ധിക്കാനിടയായി. ഈ കാട്ടുപ്രാവ് എല്ലാ ദിവസവും മണിക്കൂറുകൾ അലഞ്ഞു തിരിഞ്ഞു നടന്നാൽ മാത്രമേ അതിന് ഭക്ഷിക്കുവാനുള്ള എന്തെങ്കിലും കിട്ടുമായിരുന്നുള്ളൂ. ഒരു സ്വച്ഛന്തമായി ഇരിക്കുവാനും ഉള്ള ഒരു ചില്ല പോലും അതിന് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കണ്ടുപിടിക്കേണ്ടിയിരുന്നു. അങ്ങനെയുള്ള ഈ പ്രാവ് സ്വതന്ത്രമായി ഇങ്ങനെ വിഹരിച്ചിരുന്നുവെങ്കിലും ഭക്ഷിക്കുവാൻ തനിക്കും ഈ പ്രാവിനെ പോലെ കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഒരു ദിവസം ഈ കൃഷിക്കാരൻ്റെ പുരയിടത്തിലേക്ക് വന്നു. വളരെ ശ്രമകരമായ വിധത്തിൽ സാവധാനം ഈ വലയുടെ ഒരു കണ്ണിയുടെ ഇടയിലൂടെ ഈ കൃഷിക്കാരൻ്റെ പുരയിടത്തിലെ മറ്റ് വളർത്തുപ്രാവുകളോടൊപ്പം ഈ കാട്ടുപ്രാവും പ്രവേശിക്കുന്നു. വൈകുന്നേരം പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുവാൻ വന്നപ്പോൾ ഈ കൃഷിക്കാരൻ ഈ കാട്ടുപ്രാവിനെ ശ്രദ്ധിച്ചു. ഈ കൃഷിക്കാരൻ എന്തു ചെയ്തെന്നോ, അയാൾ ഈ കാട്ടുപ്രാവിനെ പിടിച്ചു. എന്നിട്ട് അതിൻ്റെ തൂവലുകൾ എല്ലാം കളഞ്ഞ് കൊന്ന് അതിനെ സൂപ്പാക്കി ഭക്ഷിച്ചു. സൊറേൻ കിർക്കെഗാഡ് ഈ കാട്ടുപ്രാവിൻ്റെ കഥ നമ്മോട് പറയുമ്പോൾ യഥാർത്ഥമായ സമർപ്പണത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി കൂടെയാണ്. സ്വതന്ത്രമായി ജീവിക്കുന്ന ഈ കാട്ടുപ്രാവ് സ്വന്തം ജീവിതം സമർപ്പിക്കുക, ഇപ്രകാരം സൗജന്യമായി ഭക്ഷണം ലഭിക്കും, സൗകര്യമായ ഇരിപ്പിടമുണ്ട്, പാർപ്പിടമുണ്ട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് യേശുവിനെ പിൻചെല്ലുന്ന, യേശുവിൻ്റെ ജീവിതം സ്വീകരിക്കുന്ന, സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ഓരോ വ്യക്തിയും ഇതുപോലുള്ള യേശുവിൻ്റെതായ ത്യാഗത്തിൻ്റെ ഓർമ്മയായിട്ടായിരിക്കണം ജീവിക്കേണ്ടത്. എന്നാൽ മറ്റു വിധത്തിലുള്ള സൗകര്യം, സുഖം, സൗജന്യമായ സ്ഥാനമാനങ്ങൾ ഇതൊന്നും ലക്ഷ്യമാക്കിക്കൊണ്ട്, ഇതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമർപ്പണമായിരിക്കരുത് അവർക്ക് വേണ്ടത്. അപ്രകാരം സ്വാർത്ഥതരമായ ഒരു ലക്ഷ്യത്തോടു കൂടെയാണെങ്കിൽ ഒരുപക്ഷേ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, ഒരുപക്ഷേ ജീവിതത്തിൻ്റെ മറ്റു സൗഭാഗ്യങ്ങളും ഇല്ലാതാകുമെന്നുള്ളത് തീർച്ച. യഥാർത്ഥമായ സമർപ്പണം അതാണ് ഓരോ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളും പാപങ്ങളും ബലഹീനതകളും പോരായ്മകളും ഒക്കെ എടുത്തു മാറ്റുവാൻ, അങ്ങനെ നമ്മെയും യഥാർത്ഥത്തിൽ സ്വതന്ത്രമാക്കുവാൻ യേശു കാൽവരി മലമുകളിൽ സ്വയം ബലിയായി സമർപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈ സമർപ്പണത്തിൻ്റെ പാത പിന്തുടരുവാൻ വേണ്ടി ക്രിസ്തു നമുക്ക് മാതൃകയാകുന്നു. കുടുംബത്തിൻ്റെ സാഹചര്യത്തിലായാലും സഭയിലും സമൂഹത്തിലായാലും യേശുവിനെ പോലെ വ്യാപരിക്കുവാൻ, യേശുവിനെ പോലെ സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് സമ്പൂർണ്ണമായി സമർപ്പിക്കുവാൻ വേണ്ട പ്രചോദനം യേശു നമുക്ക് നൽകുന്നു. സരോജിനി നായിഡുവിൻ്റെ ജീവിതത്തിലെ ഒരു ശ്രദ്ധേയമായ അനുഭവം ഓർത്തുപോവുകയാണ്. അവർ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവരോടൊപ്പം ഒരു സന്യാസിനി സിസ്റ്റർ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സിസ്റ്ററിനോട് ചോദിച്ചു, എവിടെയാണ് സ്വദേശം? സിസ്റ്റർ പറഞ്ഞു, എൻ്റെ സ്വദേശം ഫ്രാൻസിലാണ്. എത്ര നാളായി ഇങ്ങനെ സേവനത്തിനു വേണ്ടി ഈ നാട്ടിൽ, സ്വന്തം നാട് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നിട്ട്? അവർ പറഞ്ഞു, 10-12 വർഷമായി. ഇടയ്ക്ക് നാട്ടിൽ പോകാറുണ്ടോ? അതിന് അവർ മറുപടി പറഞ്ഞു, ഇല്ല. അതെന്തുകൊണ്ടാണ്? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഇവിടുത്തെ ഈ ജീവിതം എല്ലാം ത്യജിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അതിനുവേണ്ടിയുള്ള ആ യാത്രക്കുള്ള തുക പോലും ഞാൻ പരിചരിക്കുന്ന, ഞാൻ ശുശ്രൂഷിക്കുന്ന ആ അനാഥാലയത്തിലെ കുഞ്ഞുമക്കൾക്ക് ഉപകരിക്കാം എന്ന് കരുതിയാണ്. ഇതുവരെയും അവർ സ്വന്തം നാടും വീടും പരിചിതമായ സാഹചര്യങ്ങളും വിട്ടുപേക്ഷിച്ചിട്ട്
ഈ സേവനത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ടതിന് ശേഷം ഒരിക്കൽ പോലും സ്വന്തം നാട്ടിലേക്ക്, സ്വദേശത്തേക്ക് തിരികെ പോയിട്ടില്ല. അവരുടെ സ്വന്തക്കാരെയും മാതാപിതാക്കളെ ഉൾപ്പെടെയുള്ള ബന്ധുജനങ്ങളെയും കാണുവാൻ പോയിട്ടില്ല. ഈ ഒരു കാര്യം സരോജിനി നായിഡു തന്നെ ഒരു ലേഖനത്തിൽ കുറിച്ചു വച്ചിട്ടുമുണ്ട്. അങ്ങനെ സമ്പൂർണമായ സമർപ്പണം, ആത്മാർത്ഥതയോടുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുതൽ, അതാണ് കാൽവരിയിൽ ക്രിസ്തു കുരിശിൽ കാണിച്ചു തരുന്ന ധന്യമായ ഉദാത്തമായ മാതൃക. ഈ ഒരു മാതൃകയാണ് നാം ഓരോരുത്തരും പിന്തുടരേണ്ടതും ജീവിതത്തിൽ ഒരു ശൈലിയായി സ്വീകരിക്കേണ്ടതും. കാൽവരിയിൽ നാം സ്വീകരിക്കുന്നത് ഏറ്റവും ഉദാത്തമായ ത്യാഗത്തിൻ്റെ ഓർമ്മയാണ്. സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കേണ്ട ഒരു ത്യാഗത്തിൻ്റെ അനുസ്മരണം. ഹംഗറിയിലെ വിശുദ്ധ എലിസബത്തിൻ്റെ ജീവിതത്തെ പറ്റി ഈയിടെ വായിച്ചപ്പോൾ അവർ വലിയ സൗഭാഗ്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു രാജകുമാരിയായിരുന്നു. വളരെ ചെറുപ്രായത്തിൽ 16-ാമത്തെ വയസ്സിൽ അവർ വിവാഹിതയായി ആ രാജ്യത്തെ രാജാവിനെ വിവാഹം കഴിച്ചു. പക്ഷേ ഈ രാജകൊട്ടാരത്തിലെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചിരുന്ന കാലഘട്ടത്തിലും അവൾക്ക് ഹൃദയത്തിൽ നിറയെ മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി അവരെ ശുശ്രൂഷിക്കുക എന്നത് തന്നെയായിരുന്നു. രാജകൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള വെള്ളിപ്പാത്രങ്ങളും സ്വർണ്ണ നാണയങ്ങളും മറ്റും ഇവൾ ചെന്ന് അവിടെയുള്ള പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുമായിരുന്നു. 4 വർഷം മാത്രമേ അവർ ഭർത്താവുമായി ഒരുമിച്ച് താമസിച്ചുള്ളൂ. പിന്നീട് അവൾ വിധവയായി. അങ്ങനെ ആ വൈധവ്യത്തിൻ്റെ ദുഃഖവും പ്രയാസങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെ അവളുടെ ഈ ശുശ്രൂഷയുടെ സേവനത്തിൻ്റെ പാത അവൾ തുടർന്നു കൊണ്ടുപോകുന്നു. അവൾ സമീപിക്കുന്ന ആ പാവപ്പെട്ടവരോട് പറയും, നിങ്ങളും ഇപ്രകാരം ചെയ്യുക, നിങ്ങളും ഉദാരമായി ജീവിതത്തെ കാണുക, മറ്റുള്ളവർക്ക് സന്തോഷത്തിനു വേണ്ടി എല്ലാം നൽകുക. അപ്പോൾ ആ പാവപ്പെട്ടവർ അവളോട് പറയുമായിരുന്നു, ഞങ്ങളുടെ വശം ഇപ്രകാരം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിന് വിലപിടിപ്പുള്ള വെള്ളിപ്പാത്രങ്ങളോ സ്വർണ്ണ നാണയങ്ങളോ മറ്റു വസ്തുക്കളോ ഒന്നുമില്ല. അപ്പോൾ എലിസബത്ത് അവരോട് പറയുമായിരുന്നു, മറ്റുള്ളവരെ സാന്ത്വനത്തോടുകൂടെ തലോടുവാൻ ദൈവം നിങ്ങൾക്ക് കരം തന്നിട്ടില്ലേ? ആ കരങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ സാന്ത്വനിപ്പിക്കുക, തലോടുക സ്നേഹത്തോടുകൂടെ. മറ്റുള്ളവർക്ക് ആശ്വാസം പകരുവാൻ പറ്റുന്ന കരുണാകടാക്ഷം നിങ്ങൾക്ക് നൽകാനാവില്ലേ? അങ്ങനെ കരുണയോടെ സ്നേഹത്തോടെ മറ്റുള്ളവരെ കടാക്ഷിക്കുക. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളുടെ വാക്കുകൾ, സ്നേഹമസൃണമായ സംസാരം മറ്റുള്ളവർക്ക് സമ്മാനിക്കാനാവില്ലേ? അങ്ങനെ നിങ്ങളുടെ സംസാരം വഴി മറ്റുള്ളവർക്ക് സ്നേഹവും അനുകമ്പയും ആശ്വാസവും പകരുക. മറ്റുള്ളവരുടെ അടുത്തേക്ക് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പകർന്നു കൊടുക്കാൻ അവർക്ക് സ്നേഹത്തിൻ്റെ സാമീപ്യമായി നിങ്ങൾക്ക് നടന്നു ചെല്ലുവാനാവില്ലേ? അങ്ങനെ കടന്നു ചെല്ലുക, അവർക്ക് ആശ്വാസമായി തീരുക. നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുക ഇപ്രകാരമുള്ള ഒരു മനപരിവർത്തനമാണ്. നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി സ്വയം ജീവിതം സമർപ്പിച്ച ആ ക്രിസ്തുവിനെ സമ്പൂർണമായി പിൻചെന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഒരു ജീവിതമാകുവാൻ സാധിക്കുക. ഓ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ് എന്ന ആ കഥയിൽ കണ്ടതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ജീവന് വേണ്ടി സ്വയം പരിശ്രമിക്കുകയും ഒരുപക്ഷെ ഇല്ലാതാകുകയും ചെയ്യുവാൻ സാധിച്ചാൽ അവിടെ നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ പിന്തുടർച്ചക്കാരായി മാറുന്നു. സ്നേഹത്തോടെ, കാരുണ്യത്തോടുകൂടെ മറ്റുള്ളവരുമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം തന്നെ കൂടുതൽ ധന്യമായി തീരുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ കുരിശും പീഡാനുഭവവും മരണവും സ്വീകരിച്ചത് ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താലാണ്. ഞങ്ങളുടെ മുറിവുകൾ, അവൻ്റെ മുറിവുകളാൽ ഞങ്ങളുടെ മുറിവുകളെ അവൻ സുഖപ്പെടുത്തി. അവൻ്റെ ത്യാഗത്താൽ ഞങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷപ്രദമായി മാറ്റി. ആ ധന്യമായ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പോരായ്മകൾ ഇല്ലായ്മ ചെയ്യുവാനും ഞങ്ങളുടെ പാപങ്ങളും പാപസാഹചര്യങ്ങളും ഉപേക്ഷിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമെടുത്തുകൊണ്ട് അവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും
ഞങ്ങളെ കൂടുതൽ പ്രചോദിപ്പിക്കണമേ. കാൽവരിയിലെ ക്രിസ്തു ഞങ്ങൾക്ക് കൂടുതൽ ജീവിതം മറ്റുള്ളവർക്ക് സമർപ്പണമായി തീരുവാൻ സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെ ഒരു മാതൃകയായി തീരട്ടെ. ഈ നോമ്പുകാലം അങ്ങനെ ഞങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ഒരു കാലഘട്ടമായി തീരുവാൻ വരമേകണമേ. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. അവിടുത്തെ അനുഗ്രഹം, കൃപാവരം, വരദാനം സമൃദ്ധമായി നമ്മിൽ ഉണ്ടാകട്ടെ.